ആദ്യം തന്നെ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബിജോയ് ടി വർഗീസ്. ഞങ്ങൾ വൈക്കം ഉല്ലല് എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്നു. ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് 2024 സെപ്റ്റംബർ 15-ാം തീയതിയാണ്. എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ 1.5 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും ഞാൻ പ്രഗ്നൻ്റ് ആകുന്നില്ലായിരുന്നു. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് തന്ന നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും തൈലം ഉപയോഗിച്ച് എൻ്റെ ഉദരത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 2024 നവംബർ 23-ാം തീയതി ഞാൻ കൺസീവായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചപ്പോഴേക്കും 1.5 മാസമായിരുന്നു കുഞ്ഞിന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴേക്കും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് 2 ആഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് തന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ സ്കാനിങ് ചെയ്തപ്പോൾ ആ കട്ടിൽ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലുകയും കാശുരൂപം മുറുകെ പിടിക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 2 ആഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോഴേക്കും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് 114 എന്നുള്ളത് 148 മാറുകയും ചെയ്തു. അങ്ങനെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. 5-ാം മാസം സ്കാൻ ചെയ്തു. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുഞ്ഞിൻ്റെ വലത്തെ കിഡ്നിക്ക് ഒരു വെള്ളക്കെട്ട് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു 9-ാം മാസം ഒന്നും കൂടി നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം, ആ വെള്ളക്കെട്ട് വലിയ കുഴപ്പമായിട്ടൊന്നുമില്ല, കുഞ്ഞ് ജനിച്ചിട്ട് കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സാധാരണ ചെക്കപ്പിന് പോകുന്ന പോലെ ജൂൺ 26-ാം തീയതി ചെക്കപ്പിന് ചെന്നപ്പോഴേക്കും ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ചെയ്തായിരുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായി. ഡെലിവറി എടുത്തിരിക്കുന്നതുകൊണ്ട് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് 2 നേരം ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തു. അങ്ങനെ ഡോക്ടർ റൗണ്ട്സിന് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ജൂലൈ 3-ാം തീയതി ആയപ്പോഴേക്കും ചെറിയ രീതി പെയിൻ സ്റ്റാർട്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോഴേക്കും കുഞ്ഞ് വട്ടം കിടക്കുന്നതുകൊണ്ട് എനിക്ക് നോർമൽ ഡെലിവറി ആകാൻ സാധ്യതയില്ലെന്നാണ് പറഞ്ഞത്. സിസേറിയൻ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ 4-ാം തീയതി 5 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പെയിൻ സ്റ്റാർട്ടായി. അങ്ങനെ ഞാൻ ലേബർ റൂമിലേക്ക് കയറിയപ്പോഴും ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകരുതും എൻ്റെ കുഞ്ഞിനും കുഴപ്പമൊന്നും ഉണ്ടാകരുതും അമ്മ മാതാവേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ നോർമൽ ഡെലിവറി ആകില്ലെന്ന് പറഞ്ഞ ഡോക്ടർ ജൂലൈ 4-ാം തീയതി 6:44 AM എനിക്ക് നോർമൽ ഡെലിവറി ആയി. കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. കുഞ്ഞിന് ജോർദൻ ബിജോയി എന്ന പേരിടുകയും ചെയ്തു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തിരുന്നു. ഇവിടുന്ന് തന്ന പത്രങ്ങളൊക്കെ ബസ് സ്റ്റാൻഡുകളിലും പള്ളികളിലൊക്കെ ഞങ്ങൾ കൊടുത്തിരുന്നു. അങ്ങനെ കാരുണ്യ പ്രവർത്തികളും ചെയ്തിരുന്നു. കാരുണ്യപ്രവർത്തി എൻ്റെ കൂട്ടുകാരത്തിയുടെ അച്ഛന് വയ്യാണ്ട് വന്നപ്പോൾ ഞാൻ ക്യാഷ് കൊടുത്ത് സഹായിച്ചായിരുന്നു. പൊതിച്ചോറുകൾ ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുത്തിരുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. 89-ാം സങ്കീർത്തനം 3-ാം തിരുവചനം. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിൻ്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉയർപ്പിക്കും. ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് ജീവൻ്റെ വില വളരെ വലുതാണെന്ന്. ജീവൻ്റെ വില എന്തുമാത്രമാണെന്ന് ഓരോ അമ്മമാരും മാതാപിതാക്കളും ഈ അൾത്താരയിൽ വന്ന് തങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കുമ്പോഴുണ്ടാകുന്ന ഓരോ സാക്ഷ്യങ്ങളും ഏറ്റുപറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം നമ്മളെല്ലാം വളരെ വിലപ്പെട്ടതാണ്. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നാം എല്ലാം വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള ഓർമ്മിപ്പിക്കലാണ് ഓരോ പുതിയ കുഞ്ഞിൻ്റെയും ഒരു ജനനം ഈ അൾത്താരയിൽ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഓരോ മക്കളെ ഏറ്റുപറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഗർഭസ്ഥ ശിശുവിനെ ദൈവം എത്രമാത്രം പരിപാലിക്കുന്നു, പരിശുദ്ധ അമ്മ എന്തുമാത്രം മാധ്യസ്ഥം നൽകി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സഹായിക്കുന്നു എന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ വളരെ വ്യക്തമാണ്.
എല്ലാ തരത്തിലും കോംപ്ലിക്കേഷൻസ് ഉള്ളതും അതുപോലെ തന്നെ സെക്ഷൻ അഡ്വൈസ് ചെയ്തതുമായ ഒരു വലിയ ഡെലിവറി ആണ് ജീന ഇവിടെ പങ്കുവച്ചത്. പക്ഷേ കുഞ്ഞിൻ്റെ ജനന സമയത്ത് യാതൊരു കോംപ്ലിക്കേഷനുമില്ലാതെ വളരെ സുഗമമായ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി ഈ ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് ജീനയും ബിജോയും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതിനായി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഇവർ ചെയ്യുന്നു. രണ്ടുപേരും എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാനും ചെയ്യുന്ന പ്രാർത്ഥന വളരെ കൃത്യമായി ചെയ്യുവാനും ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ആസ്തി വളരെ കൃത്യമായി ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇവർ പരിശ്രമിച്ചിരുന്നു. ഓരോ പ്രാവശ്യവും അവർ പത്രം കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അത്ഭുതങ്ങളും കൃപാസനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെയും മറ്റുള്ളവർക്ക് വിവരിച്ചുകൊണ്ടാണ് ഇവരുടെ ആസ്തി അവർ വർദ്ധിപ്പിച്ചതെന്ന് ഏറ്റുപറയുകയുണ്ടായി. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ഓരോ സമയത്തും നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഓടി വരേണ്ട ഒരു അവസ്ഥ മാത്രമല്ല ഇത്. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്, നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇൻസെൻറ്റീവായി നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിരിക്കും, ഒരു അനുഗ്രഹം കിട്ടിയിരിക്കും. അതിലൂടെ നാം അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡായി നമ്മൾ ഇന്ന് മറന്നു പോകരുത്. അത് നമുക്ക് ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള, തുടർച്ച ഉണ്ടാകാനുള്ള ഒരു വലിയ അത്ഭുത ജീവിത സാക്ഷ്യം കൂടിയാണിത്. പരിശുദ്ധ അമ്മ നമ്മെ ഒരു തവണ കൂടെ നിന്ന ഒരു സാമീപ്യം, സുഗന്ധാഭിഷേകമോ മഴവില്ലോ തിരുനാളമൊക്കെ നമുക്ക് അമ്മ നമ്മുടെ സാമീപ്യമായി നൽകിയാൽ നമ്മൾ ഒരിക്കലും അമ്മയെ മറക്കരുത്. ഈശോയുടെ സാമീപ്യവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് എപ്പോഴും അനുഗ്രഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കും, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ കാനായിലെ വിവാഹ വിരുന്ന്, അവിടെയുള്ള വീഞ്ഞിൻ്റെ ആ മാധുര്യം, ജീവിതത്തിൻ്റെ മാധുര്യം നമുക്ക് എന്നും ഉണ്ടാകുമെന്ന് ഓർമ്മിച്ചെടുക്കാം. ജീനയുടെയും ബിജോയുടെയും നല്ല പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യത്തിനായി നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.